വാട്ട് അബൌട്ട് ഹനാൻഷ? ഓക്കെ ഹനാൻഷനെ കുറിച്ചുള്ള എന്റെ ഓണസ്റ്റ് റിവ്യൂ. അതായത് നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അല്ല എന്തൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നിട്ടുള്ള റിവ്യൂ അറിയില്ല. അതേപോലെ ഞാൻ ഹനാൻഷനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ പറഞ്ഞാം. ഓക്കെ, ഹനാൻഷ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ എനക്ക് അങ്ങനെ ഇതാവലില്ല. ഞാൻ കാര്യം പറഞ്ഞ എനക്ക് സത്യം പറഞ്ഞ ക്രഷ് അടിച്ച് ചങ്ങായി. അല്ല സീരിയസ്, ഞാൻ തമാശ പറയുന്നല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ചിലപ്പോ എനിക്ക് ഉറങ്ങി എണീച്ചാൽ നാളെ ഉറങ്ങി എണീച്ചാൽ എനിക്ക് മാറിയിരിക്കാം. നമുക്ക് ചില പെമ്പിള്ളേരെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു തോന്നലേ വന്നില്ല, എനിക്ക് പിറ്റേ ദിവസം ഉറങ്ങി എണീച്ചാൽ പോയില്ലേ. അതേപോലത്തെ ഒരു സംഭവം. ഞാൻ കാര്യം പറഞ്ഞ ഇയാള് ഭയങ്കര ഭാവനടാ, ഇയാള് ഭയങ്കര എന്നോട് സംസാരിക്കുന്നില്ല. അതില്ലേ അതെ അത് നമ്മളെ ഈ പരിപാടിന്റെ ആള് ഇതെന്ന് വെച്ചിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ, നീ അതൊക്കെ കൂളായിട്ട് എടുക്കണം. അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് അതില്ലേ നമ്മളെ അതില്ലേ അതൊക്കെ. മഴവില് വന്നാലും എനിക്ക് കുഴപ്പമില്ലടാ. ഞാൻ മുത്തേ മഴവില് വന്നാലും കുഴപ്പമില്ല, മനസ്സിലാ, മഴവില് വന്നാലും കുഴപ്പമില്ല മുത്തേ. ഹനാൻഷ ഒരു 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 തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ കാര്യം പറയാം. അല്ലല്ല ഞാനില്ല നൈസായിട്ട് റൂമിന്റെ പുറത്ത് ചങ്ങായി നിൽക്കുന്നതല്ലേ. ഞാൻ ഞാൻ ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്ത് ഇനി ഇവന് അഭിനയിക്കുന്നതാണോ ഇങ്ങനെ. ചില ആൾക്കാരുണ്ടല്ലോ ആൾക്കാരുടെ മുന്നിൽ ഭയങ്കര നല്ലതിൽ വന്നിട്ട് ക്യാമറ മുന്നിൽ അങ്ങനെ ആണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ശരിക്കും നോക്കിയടാ, ഞാൻ കറക്റ്റ് നോക്കി. പക്ഷെ അങ്ങനെ ഇവനങ്ങനെയാ, ഇവനില്ലേ ഡോറിന്റെ പുറത്ത് പോയിട്ടില്ലേ, ഞാൻ ഇങ്ങനെ ഇതിൽ നോക്കുക, ഞാൻ കണ്ണാടി കൂടെ കാണുന്നുണ്ട്. ഇവൻ ഞാനല്ല, ആരാ കണ്ടത്? നീയല്ല, ആരോ എന്നോട് പറഞ്ഞു ആ സമയത്ത്. റാംബോ. ഞാൻ പറഞ്ഞു കൊടുക്ക്, ഞാൻ പറഞ്ഞു, നീ പറഞ്ഞു കൊടുക്ക്. ഞാൻ കണ്ണാടി കൂടെ കണ്ടത്. നിക്ക് കയറി വന്ന് എന്നിട്ട് ഡോർ കുറച്ചിങ്ങനെ അടയാൻ ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ കട്ടിലിരുന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ കണ്ണാടി കൂടെ പുറത്ത് അനാൻസ് വെക്കുന്നതാണോ എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ കയറി വരാനായിട്ട് ജസ്റ്റ് നോക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് അങ്ങനെ കയറി വരാമല്ലോ. പുള്ളി ഞാൻ നോക്കി നമ്മളെ റോയിലൊന്നും അനാൻസ് ഒന്നും മുട്ട പോലും ചെയ്യണ്ട, നേരം കയറി വരാമല്ലോ. പുള്ളി അവിടെ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കേറണോ വേണ്ട ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ടെൻഷൻ കിടക്ക് ഇങ്ങനെ എന്തോ പോലെ ഞാൻ ഭയങ്കര സിമ്പിളും ഹമ്പിളായിട്ടുള്ള ഞാൻ കയ്യില് ഭയങ്കര സിമ്പിളാണ്. ഞാൻ കാര്യം പറയാം, പ്രൊപ്പോസ് ആനാൻസ് ഞാൻ ചിലപ്പോ പ്രൊപ്പോസ് ചെയ്യൂടാ, ഞാൻ കാര്യം പറയില്ല. അടുത്ത പരിപാടി അടുത്ത ഞാൻ നേരിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അറിയാൻ നമ്മൾ ഇത്രയും കാലം ഫോണിൽ കൂടിയാന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഇതായിട്ടുള്ളൂ. ഇന്നലെ എനിക്ക് നേരിട്ടൊരു ബന്ധം കിട്ടി, നമുക്കൊരു എടാപോടാ ബന്ധം കിട്ടി, മനസ്സിലാ. ഹനാൻസ് ആയിട്ട് ഒരു എടാപോടാ ഒരു ടൈപ്പ് സാധനം കിട്ടി ഇന്നലെ, മനസ്സിലാ. അടുത്ത തവണ ഞാൻ മിക്കവാറും പ്രൊപ്പോസ് ചെയ്യും. കാര്യം പറയാനാ, ഓവർ റേറ്റഡ് ആയിരുന്നു. എടാ ഇത് നിങ്ങൾക്ക് തോന്നുന്നതാ, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് തോന്നും ചില ആൾക്കാർ ഈ ക്യാമറ മുന്നിൽ പാങ്ങ് കളിക്കുന്നതാണോ അതോ ശരിക്കും അങ്ങനെ ആണോ എന്ന്. ഇത് ഞാൻ നൈസായിട്ടില്ലേ, ഇവ കാണാണ്ട് ഞാൻ കറക്റ്റ് നോക്കി, ഇവൻ പോകുമ്പോഴും ഇവനെ ഞാൻ ഒളിഞ്ഞിൽ നോക്കി ഇവൻ എന്താ ചെയ്യുന്നത്. പക്ഷെ ഇവൻ ശരിക്കും അങ്ങനെയാടാ, ഇവൻ സീരിയസ്ലി അങ്ങനെയാ. ഇവരെ ഫാമിലി അങ്ങനെ, ഈച്ചു അങ്ങനെയാ. ഈച്ചുവിനോട് ഞാൻ സംസാരിച്ച് എല്ലാരോടും. അതായത് നമ്മളിപ്പോ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇതാവും, ഞാൻ എക്സോസ്റ്റ് ആവും. ഒരാളോട് സംസാരിക്കാം, 2 ആളോട് സംസാരിക്കാം, 10 ആളോട് സംസാരിക്കാം, 100 ആളോട് സംസാരിക്കാം. അതിന് കൂടുതൽ നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ അവരെല്ലാരും ഹാപ്പിയാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ലടാ, ഇവൻ വരുന്ന എല്ലാരോടും സംസാരിക്കുക, ഇവ ഇരുന്ന് സംസാരിക്കും ഇങ്ങനെ എല്ലാവരുമായിട്ട്. ഇത് ഭയങ്കര എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ പറയല്ല, ഞാൻ ഒരു ടൈം ആയി എനിക്ക് ഇതാകുമ്പോ ഇറിറ്റേറ്റ് ആകുമ്പോൾ ഞാൻ ബ്രോ വയ്യ, എനിക്ക് ഞാൻ ടയർഡായി, എനിക്ക് കഴിയുന്നില്ല, ഞാൻ പോകുന്ന അറിയും, ഇതേ റൂമിലേക്ക് പോകും. ഇവൻ ആടെ താഴെ നമ്മൾ നിൽക്കുന്ന റൂമിന്റെ താഴെയില്ല ഒരു കല്യാണം വീട് നടക്കുന്ന പോലെ ആൾക്കാർ വന്ന് അതായത് വരുന്ന ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കല് പറഞ്ഞു കൊടുക്കും. അപ്പൊ അടുത്ത ആള് വരും, മനസ്സിലാ, ഹോട്ടലിലേക്ക്. ഇവൻ എനിക്ക് തോന്നി ഇന്നലെ ഉറങ്ങിയിട്ടില്ല തോന്നട്ടെ, കാര്യം പറയാം. ഓവർ വിനയം വിശ്വസിക്കേണ്ട എടാ മുത്ത, അതാ ഞാൻ പറഞ്ഞു. ഞാൻ അത് വിചാരിച്ചിട്ട് ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്ത് ആളങ്ങനെയാണ്, മനസ്സിലാ, ഓൻ അങ്ങനത്തെയാണ്. എനിവേസ് സർട്ടിഫൈഡ്. മഴവിലിട്ടാലും കുഴപ്പമില്ല മുത്ത. ഹനാന് നല്ല ആളാണ്, നേരിട്ട് വീഡിയോ കാണുന്ന പോലെ അല്ല, മനസ്സിലായി. ഹനാന് നേരിട്ട് അടിപൊളിയാ. ഞാൻ ഇത്ര അടുത്തുനിന്ന് കണ്ടു, മനസ്സിലായി, ഇത്ര അടുത്തുനിന്ന്. എന്റെ മുഖത്തല്ല കുരുവലില്ല, അവന്റെ മുഖത്ത് കുരുവൊന്നുമില്ല, ഭയങ്കര സ്മൂത്ത് സ്കിന്നാണ് ഹനാന്റെ. വർത്താനം അങ്ങനെ അതില്ലേ അതെ. അപ്പൊ അല്ല അത് നമ്മള് കഴിഞ്ഞ ഇത് ബാഡത്തെ പരിപാടിക്ക് ഇങ്ങനെ. അപ്പൊ നീ കൂളായിട്ട് എടുക്കണം. സംബന്ധിച്ചാല് ഞാൻ ഭയങ്കര അലിഞ്ഞു വേണാടാ, മനസ്സിലാ. പണ്ട് ഞാൻ ലൈവ് കാണുമ്പോൾ എന്റെ ഉമ്മയും ഒക്കെ വഴക്ക് പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ എന്റെ കൂടെ ഇരുന്ന് ഉമ്മ ഇപ്പൊ ലൈവ് കാണുന്നത്. യോ ലവ് യു ഗൈസ്.
ഹായ് ഗൈസ്, എന്നല്ല സുഖം.